بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا ومولانا محمد وعلى آل وأصحاب وأزواج وذريات وأحباب حبيبك ورسولك سيدنا ومولانا محمد صلى الله وسلم وبارك عليهم وعلى سائر الأنبياء والمرسلين وعباد الله الصالحين أجمعين أما بعد. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, മറ്റു സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഉലമാക്കൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ബുഖാരി ദർസിൻ്റെ 6 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ബുഖാരി ദർസിൻ്റെ ഖത്മുൽ ബുഖാരിയോട്, ഈ വർഷത്തെ ഖത്മുൽ ബുഖാരിയോട് അനുബന്ധമായി സംഘടിപ്പിക്കപ്പെട്ട ഹദീസ് വേദിയിൽ, ഹദീസ് കോൺഫറൻസിൽ പങ്കാളികളാവുന്ന നമുക്ക് അല്ലാഹു ബറക്കത്തും തൗഫീഖും ഹിദായത്തും ഈമാനും മഅരിഫത്തും ഇൽമും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. ഹദീസിന് ഖിദ്മത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ നേട്ടങ്ങളുമൊക്കെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട കോടമ്പ ഉസ്താദ് കേൾപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹദീസ് ഇഷ്ടപ്പെടാനും അത് ഉൾക്കൊള്ളാനും അതിന് ഖിദ്മത്ത് ചെയ്യാനും അതിൻ്റെ ഖാദിമീങ്ങളിൽ ഉൾപ്പെടാനും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹദീസ് വ്യാഖ്യാനങ്ങളിലെ ശരിയും തെറ്റും വളരെ പ്രധാനപ്പെട്ട, ഗഹനമായി കൈകാര്യം ചെയ്യേണ്ട, ശ്രദ്ധിച്ച് ഇടപെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ കടഞ്ഞു ചെന്നുകൊണ്ടുള്ള ഒരു അവതരണം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ലളിതമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോവുകയാണ്. സർട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയും തെറ്റും ബുദ്ധി കൊണ്ട് തന്നെ കണ്ടെത്തണം എന്ന് മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഓരോ വിഷയത്തിലെയും നേരും നെറികേടും കൃത്യമായി മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, സാധിക്കുകയില്ല. ബുദ്ധിയുടെ ചിന്തയിൽ അബദ്ധങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ സർട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയും തെറ്റും, നന്മയും തിന്മയും നിശ്ചയിക്കുകയും അത് പ്രത്യേക വിശുദ്ധിയോടെ, വിശുദ്ധ ജീവിതത്തിലൂടെ അല്ലാഹു തർബിയത്ത് ചെയ്ത് സംസ്കരിച്ചെടുത്ത് ജീവിത വിശുദ്ധി ആളുകൾക്ക് ബോധ്യപ്പെട്ട ഉന്നത വ്യക്തിത്വങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഹദീസുകളുടെ പ്രാധാന്യം. ഹദീസുകൾ നമ്മുടെ കിതാബുകളിൽ പല വ്യത്യസ്ത പദങ്ങളിൽ നിർവചിക്കപ്പെട്ടത് നമുക്കറിയാം. അഖ്വാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു മാ ഉളീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖൗലിൻ ഔ അമലിൻ ഔ തഖ്രീറിൻ ഔ വസ്ഫിൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തപ്പെടുന്ന
അവിടുത്തെ വിശേഷണങ്ങളും അവിടുത്തെ അനുവാദങ്ങളും അംഗീകാരങ്ങളും അടക്കം അവിടുത്തേക്ക് മുവാഫായ എല്ലാം വിശാല അർത്ഥത്തിൽ ഹദീസാണ് എന്ന് നമ്മുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മുഹദ്ദിസുകളുടെ പ്രയോഗത്തിൽ അഖ്വാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ആലുഹു തഖ്രീറാത്തുഹു എന്നതിനപ്പുറം അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി സ്വഹാബത്തിൻ്റെയും താബീകളുടെയും എല്ലാം അഖ്വാലുകളും അഫ്ആലുകളും തഖ്രീറാത്തുകളുമെല്ലാം ഹദീസ് എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആനിൻ്റെ അംഗീകൃതമായ ഔദ്യോഗിക വ്യാഖ്യാനമാണ് തിരുസുന്നത്ത് ഹദീസുകൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ജീവിതം. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ ഖുർആൻ പറഞ്ഞത് നമുക്കറിയാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, അലാ ഊതീതുൽ കിതാബ വമഅഹു മിസ്ലഹ്, വിശുദ്ധ ഖുർആൻ അതിനോടൊപ്പം അതിന് തുല്യമായതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വിവിധ വ്യാഖ്യാനങ്ങൾ ഹദീസിന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖത്താബി റഹ്മഹുള്ള മആലിമുസ് സുനനിൽ എഴുതി വെച്ചത് കാണാം. ഹദീസ് എന്നത് ഖുർആനുമായി തട്ടിച്ചു നോക്കി തീരുമാനാക്കേണ്ട പ്രമാണം അല്ല. ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതൊരു സ്വതന്ത്ര പ്രമാണമാണ്. അത് ഖുർആനിന് അനുസൃതമായിട്ടാണോ അല്ല എന്ന തട്ടിച്ചു നോക്കലിന് അർത്ഥമില്ല. ഫിൽ ഹദീസി ദലീലുൻ അലാ അല്ലാ ഹാജത ബിൽ ഹദീസി അൻ യുഅറള അലൽ കിതാബ്. ഒരു ഹദീസിൻ്റെ പ്രാമാണികത അംഗീകരിക്കപ്പെടാൻ ഹദീസ് പ്രമാണാണോ അല്ലേ എന്നിടത്ത് അത് ഖുർആനിന് അനുസൃതമാണോ ഖുർആനിന് വിരുദ്ധാണോ എന്ന ചർച്ചയ്ക്ക് തന്നെ, ആ ചിന്തക്ക് തന്നെ അർത്ഥമില്ല. വഅന്നഹു മഹ്മാ സബത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഉൻ കാന ഹുജ്ജത്തൻ ബിനഫ്സിഹി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ, അവിടുത്തെ ഖൗലു ഫീല് മൗനാനുവാദങ്ങൾ അവിടുത്തേക്ക് നിസ്ബ സ്ഥിരപ്പെട്ടതാണോ, അത് സ്വതന്ത്രമായ പ്രമാണമാണ്. ലാ ഉൽഫിയന്ന അഹദക്കും മുത്തക്കിഅൻ അലാ അരീകതിഹി യഅ്തീഹി അംറു മിൻ അംരി മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു ഫയഖൂലു ലാ നദ്രി മാ വജദ്നാഹു ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു. ഞാൻ കൽപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ നിരോധിച്ചത് അങ്ങനെ ഒരു സംഗതി മുസ്ലിമിൻ്റെ മുന്നിലെത്തുമ്പോൾ, നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അതറിയൂല, ഖുർആനിൽ ഉള്ളത് നാം അംഗീകരിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ ജവാമിഉൽ കലിമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനകൾ വചനങ്ങൾ മാത്രമല്ല ഹദീസ് എന്നതിൻ്റെ വിവക്ഷ. അഖ്വാലും അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ മൗനാനുവാദങ്ങളും അതാ ജീവിത വിശുദ്ധിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ പ്രാമാണികതയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടുത്തെ അറിവോടുകൂടി അവിടുന്ന് കാണുന്ന വിധത്തിൽ ആ സദസ്സിൽ വെച്ച് ഒരാൾ ഒരു കാര്യം ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല, അവിടുന്ന് മൗനമാണ് ഉണ്ടായത്. എന്നാൽ പോലും അത് ശരിയാണ്, അത് തെറ്റല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം. കാരണം തെറ്റ് പറയൂല എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യൂല എന്ന് മാത്രമല്ല, തെറ്റിനുള്ള ഒരു മൗനാനുവാദം പോലും ആ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അത്രയും വിശുദ്ധിയും പാപ സുരക്ഷിതത്വവും ഉള്ള രൂപത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വളർത്തിയതും തെർബിയത്ത് ചെയ്തതും.
ഇപ്പം ഹദീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വാക്കുകൾ, പ്രസ്താവനകൾ മാത്രമല്ല, അവിടുത്തെ മൗനാനുവാദങ്ങൾ. അതിലപ്പുറം നേരത്തെ പറഞ്ഞതുപോലെ മാ ഉളീഫ ഇലൈഹി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട അവിടുത്തെ ഫീലും കൗലും തക്രീറും വസ്ഫുകളും എല്ലാം ഹദീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പ്രസ്താവനയെക്കുറിച്ച് പറയുമ്പോൾ ജവാമിഉൽ കലിമാണ്, സമഗ്രമായ കൊച്ചുവാക്കുകളിൽ ഒരുപാട് 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 അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വചനങ്ങൾ. സഹീഹുൽ ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ തന്നെ കാണാം, ബുഇസ്തു ബിജവാമിഇൽ കലിം ഉഅതീതു ജവാമിഅൽ കലിം. ജവാമിഉൽ കലിം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു സവിശേഷതയാണ്. അവിടുത്തെ കുറിച്ച് സ്വഹാബത്തും പറഞ്ഞു, യതകല്ലമു ബിജവാമിഇൽ കലിം. ഇമാം തബ്റാനിയുടെ റിപ്പോർട്ട്, യതകല്ലമു ബിജവാമിഇൽ കലിം, വലിയ അർത്ഥങ്ങളുള്ള വാക്കുകളായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ കട്ടിപ്പാട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരൊറ്റ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മദാറാണ് എന്ന് നമ്മെ കേൾപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവന രൂപത്തിലുള്ള അഖ്വാലുകളായ ഹദീസുകളെ സമീപിക്കുമ്പോൾ തന്നെ അത് ജവാമിഉൽ കലിമാണ്, വലിയ അർത്ഥതലങ്ങൾ ഉള്ളതാണ്, ഒട്ടേറെ അർത്ഥതലങ്ങൾ ഉള്ളതാണ്. അതോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്സഹുൽ അറബാണ്. അറബികളിൽ ഏറ്റവും ഉയർന്ന ഫസാഹത്തും ബലാഗത്തും സാഹിത്യവും ആ രീതിയിൽ തന്നെ വിഷയങ്ങൾ പറയാവുന്ന സവിശേഷതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു ഹദീസിന് തന്നെ, ഓരോ ഹദീസുകൾക്കും ഒട്ടേറെ അർത്ഥതലങ്ങളുണ്ട്. ഹദീസ് വ്യാഖ്യാനങ്ങളിലെ ശരിയും തെറ്റും പറയുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഹദീസിന് ഒരർത്ഥമല്ല, രണ്ടർത്ഥമല്ല, ഒട്ടേറെ അർത്ഥതലങ്ങളുണ്ടാകും എന്ന് ലളിതമായി ഹദീസ് വായിക്കുമ്പോൾ, പഠിക്കാൻ ഒരുങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വ്യത്യസ്ത മറാഹിലുകളിലുള്ള അർത്ഥതലങ്ങളാണ്. ഓരോ ഹദീസിനും അവ്വലിയായ പ്രഥമ തലത്തിലുള്ള അർത്ഥമുണ്ടാകും, അതിനപ്പുറത്തുള്ള അർത്ഥതലങ്ങളുണ്ടാകും. സാധാരണഗതിയിൽ ഹദീസ് പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു പഠിതാവിന് മനസ്സിലാക്കാവുന്ന അർത്ഥതലങ്ങൾ ഹദീസിനുണ്ട്. എന്നാൽ അതിലപ്പുറം ഗവേഷണ യോഗ്യതയുള്ള, മുജ്തഹിദ് മുത്തലക്കിൻ്റെ യോഗ്യതയുള്ള അത്തരം ആളുകൾക്ക് മാത്രം കണ്ടെത്താവുന്ന അർത്ഥതലങ്ങളും ഹദീസുകൾക്ക് ഉണ്ട്. അപ്പോൾ അവ്വലിയും സാനവിയും അതിനപ്പുറമൊക്കെയുള്ള വിവിധ അർത്ഥങ്ങൾ, വിവിധ ആശയങ്ങൾ ഓരോ ഹദീസിനുമുണ്ട് എന്നതാണ് സത്യം. ജവാമിഉൽ കലിമിൻ്റെ ഭാഗമാണത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം, സഹീഹുൽ ബുഖാരിയുടെ തന്നെ ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുമ്പോൾ ഇന്നമാ സിഹത്തുൽ അഅ്മാലി ബിന്നിയാത്ത് എന്നും ഇന്നമാ കമാലുൽ അഅ്മാലി ബിന്നിയാത്ത് എന്നുമൊക്കെ അർത്ഥങ്ങൾ നൽകുന്നത് നമുക്ക് കാണാം. സത്യത്തിൽ അതെല്ലാം ആ ഹദീസിൻ്റെ പ്രഥമ അർത്ഥതലമല്ല, അതിനപ്പുറമുള്ള ഇജ്തിഹാദിയായ ഇസ്തിംബാത്തിയായ അർത്ഥമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹദീസ് പഠിക്കാൻ ഒരുങ്ങുന്ന, ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ആ ഹദീസിൽ നിന്ന് ബോധ്യം വരുന്ന ഹദീസിൻ്റെ ഏറ്റവും ലളിതമായ പ്രഥമ അർത്ഥതലം അൽ മഅനൽ അവ്വലിയു. സതുദ്ദേശവും ദുരുദ്ദേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. സതുദ്ദേശവും ദുരുദ്ദേശവും അതിൻ്റെ ഫലങ്ങൾ രണ്ടാണ് എന്ന ലളിതമായ പാഠമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തേക്കാൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്താണ്. നിയ്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഖഹാ പറയുന്ന ആ പ്രത്യേക രൂപത്തിലുള്ള മുഖാറനത്തോടു കൂടിയുള്ള നിയ്യത്ത്, അതല്ല ഹദീസിൻ്റെ പ്രഥമ തലത്തിൽ ഉള്ള ഒന്നാം അർത്ഥം. വിശുദ്ധ ഖുർആനും മറ്റ് ധാരാളം ഹദീസുകളും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പോലെ വമൻ യുരിദ് സവാബദ്ദുനിയ നുഅ്തിഹി മിൻഹ വമൻ യുരിദ് സവാബൽ ആഖിറ നുഅ്തിഹി മിൻഹ. ദുനിയാവ് ലക്ഷ്യം വെക്കുന്നവർക്ക്, കർമ്മങ്ങളെ കൊണ്ട് ഭൗതിക ലോകം മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് അതിനനുസൃതമായും, കർമ്മങ്ങളെ കൊണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലെ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അതിനനുസരിച്ചായിരിക്കും ഫലം.
മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അപ്പം ഇത് ആ ഹദീസിൻ്റെ അവ്വലിയായ അർത്ഥതലമാണ്, പ്രാഥമിക ആശയം. അതേസമയം അമലുകൾക്ക് അമലിൻ്റെ അതിനോടനുബന്ധമായ രൂപത്തിൽ പ്രത്യേകമായ ഒരു നിയ്യത്ത് മനസ്സിൽ ഇസ്തിഹ്ലാർ വേണ്ടതുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെല്ലാം അമലുകൾക്ക് വേണം, ഏതെല്ലാം അമലുകൾക്ക് വേണ്ട എന്ന സംഗതിയൊക്കെ ആ ഹദീസിൻ്റെ രണ്ടാം അർത്ഥതലമാണ്. അത് ഇജ്തിഹാദിയായ മേനയാണ്. ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഓരോ ഹദീസുകൾക്കും അവ്വലിയും സാനവിയുമായ വിവിധ മറാഹിലുകളിലുള്ള അർത്ഥതലങ്ങൾ ഉണ്ട്, ഇജ്തിഹാദിയായ അർത്ഥതലങ്ങളുണ്ട്. ഇജ്തിഹാദിയായ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിച്ച് കണ്ടെത്തുമ്പോൾ ആ വ്യാഖ്യാതാവിന് മുജ്തഹിദിന്റെ യോഗ്യത നിർബന്ധമായും വേണം എന്നത് വ്യക്തമാണ്. പൊതുവെ ഖുർആൻ ആയത്തുകളെയും ഹദീസ് വചനങ്ങളെയും ഒക്കെ സമീപിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ നിലപാട് അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ഹുക്മ് നമ്മുടെ ശറഹുൽ അഖായിദ് അടക്കമുള്ള കിതാബുകളിൽ പറഞ്ഞത് കാണാം. വന്നുസൂസു മിനൽ കിതാബി വസുന്നത്തി തുഹ്മലു അലാ ലവായിരിഹാ മാ ലം യസ്രിഫ് അൻഹാ ദലീലുൻ ഖത്ഇയ്യുൻ കമാ ഫിൽ ആയാതി വൽ അഹാദീസ് അല്ലതി തുശ്ഇറു ബിളവാഹിരിഹാ ബിൽ ജിഹത്തി വൽ ജിസ്മിയ്യത്തി വനഹ്വി ദാലിക. ഭാഷാപരം എന്ന് പറയുമ്പോൾ ഗ്രാമറും സൊറഫും നെഹ്വും അതിനപ്പുറമുള്ള ബലാഗയും ഫസാഹത്തും ഇഅ്ജാസും ഇത്നാബും മുസാവാത്തും ഒക്കെ ഉൾക്കൊള്ളുന്ന അറേബ്യൻ സാഹിത്യ പ്രയോഗവും അർത്ഥതലങ്ങളും എല്ലാം പരിഗണിച്ച് വിശുദ്ധ ഹദീസ് വചനങ്ങൾക്ക് എന്തെല്ലാം അർത്ഥതലങ്ങൾക്ക് സാധ്യതയുണ്ടോ അതെല്ലാം ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഹദീസ് എന്ന് പറയുമ്പോൾ അതൊന്നും അതിൻ്റെ നേർക്കുനേരുള്ള അർത്ഥങ്ങളൊന്നും ഉദ്ദേശമല്ല, അതൊക്കെ അതിൻ്റെ അപ്പുറമുള്ള എന്തോ സംഗതികളാണ് എന്ന നിലയ്ക്ക് ഹദീസിനൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നത് അഹ്ലുസുന്നയുടെ നിലപാട് അല്ല. വന്നുസൂസു മിനൽ കിതാബി വസുന്നത്തി തുഹ്മലു അലാ ലവാഹിരിഹാ മാ ലം യസ്രിഫ് അൻഹാ ദലീലുൻ ഖത്ഇയ്യുൻ. ഖുർആൻ വചനങ്ങളായാലും വിശുദ്ധ ഹദീസ് വചനങ്ങളായാലും ഭാഷാപരമായി അറേബ്യൻ സാഹിത്യവും പ്രയോഗവും രീതിയുമൊക്കെ അനുസരിച്ച് അതിനെന്തെല്ലാം അർത്ഥതലങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം അവിടെ വിവക്ഷയാണ്. മാലം യസ്രിഫ് അൻഹാ ദലീലുൻ ഖത്ഇയ്യുൻ, ഖത്ഇയായ ഖണ്ഡിതമായ കൃത്യവും വ്യക്തവുമായ രേഖ, ആ ആശയം അതോടെ വിവക്ഷയല്ല എന്ന് അറിയിക്കാതിരിക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ ചില ഹദീസുകളുടെയും ആയത്തുകളുടെയും ബാഹ്യ ആശയം ഉദ്ദേശമല്ല എന്ന് ഖത്ഇയായ രേഖ കൊണ്ട് വേറെ ബോധ്യപ്പെടുന്ന സംഗതികൾ ഉണ്ട്. ശറഹുൽ അഖായിദിൽ തന്നെ തുടർന്നു മാലം യസ്രിഫ് അൻഹാ ദലീലുൻ ഖത്ഇയ്യുൻ, ഖത്ഇയായ ഖണ്ഡിതമായ കൃത്യവും വ്യക്തവുമായ പ്രമാണങ്ങൾ മാറ്റി ആ ആശയം അവിടെ വിവക്ഷയല്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ലാഹിറായ ബാഹ്യമായ അർത്ഥങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അതിന് ഉദാഹരണം പറഞ്ഞു കമാ ഫിൽ ആയാതി വൽ അഹാദീസി അല്ലതി തുശ്ഇറു ബിളവാഹിരിഹാ ബിൽ ജിഹത്തി വൽ ജിസ്മിയ്യത്തി വനഹ്വി ദാലിക. അതിരിക്കട്ടെ. അപ്പോൾ പൊതുവെ ഹദീസുകളെ സമീപിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹദീസുകൾക്ക് പ്രാഥമിക തലത്തിലുള്ള അർത്ഥതലങ്ങളും അതിനപ്പുറം ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളും ഉണ്ട്. ഇജ്തിഹാദിയായ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കണമെങ്കിൽ കൃത്യമായ മുജ്തഹിദാവണമെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അതേസമയം ഇജ്തിഹാദിയായ അർത്ഥങ്ങൾ മാത്രമല്ല ഹദീസുകൾക്കുള്ളത്, അതിനെല്ലാം ഇപ്പുറം പ്രാഥമികമായ ലളിതമായ ധാരാളം അർത്ഥതലങ്ങൾ ഹദീസുകൾക്ക് ഉണ്ട്. ഹദീസുകളൊക്കെ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് മാറ്റി മറ്റേതോ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ബിദഈ നിലപാടാണ്, അഹ്ലുസുന്നയുടെ നിലപാടല്ല എന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വന്നുസൂസു മിനൽ കിതാബി വസുന്നത്തി യുഹ്മലു അലാ ലവാഹിരിഹാ മാ ലം യസ്രിഫ് അൻഹാ ദലീലുൻ ഖത്ഇയ്യുൻ എന്ന് ശറഹുൽ അഖായിദിൽ തന്നെ വിശദീകരിക്കാൻ കാരണം. മറ്റൊരു വിഷയം നമുക്കറിയാം, ഖുർആനിൻ്റെ ബയാനാണ് ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വാമൊഴിയായുള്ള ഹദീസുകൾ മാത്രമല്ല, അഖ്വാലും അഫ്ആലും തഖ്രീറും വാത്തുകളും അടക്കം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, അത് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്. പക്ഷെ ഇവിടെ ഖുർആനിൻ്റെ ബയാൻ എന്ന് പറയുമ്പോൾ
ബയാൻ ഒരുപാട് സ്വഭാവവും വിവിധ ഇനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ കിതാബ് റിസായിലയിൽ പറഞ്ഞത് കാണാം, വൽ ബയാൻ ഇസ്മുൻ ജാമിഉൻ ലിമആനിൻ മുജ്തമിഉൽ ഉസൂലി മുതശബ്ബിഅത്തിൽ ഫുറൂ'. ബയാന് വൽ ബയാനു ഫുനൂനാണ്. ബയാനിന് പല ഭാഗങ്ങൾ ഉണ്ട്. ഖുർആനിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ഒരുപാട് പേജുകളോളം കൈഫ കാന ബയാനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വളരെ സവിസ്തരം ഉദാഹരണങ്ങൾ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം നമ്മൾ ക്ലാസ് എടുക്കും പോലെ, അല്ലെങ്കിൽ നമ്മുടെ മദ്രസ ഉസ്താദുമാർ ക്ലാസ് എടുക്കും പോലെ ഇന്നത്തെ ചർച്ച അർക്കാനുൽ ഉളൂഇനെ കുറിച്ച് എന്ന് പറഞ്ഞ് അതിങ്ങനെ കൃത്യമായി പഠിപ്പിക്കുകയും മറ്റൊരു ദിവസം ശുറൂത്തുൽ ഉളൂം ഇങ്ങനെ ഒരു അഡ്രസ്സ് ചെയ്ത് ബാബും ഫസലും ഷർത്തും ഫർദും വേർതിരിച്ചു കൊണ്ടുള്ള ബയാനായിരുന്നില്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയാൻ. മറിച്ച് അവിടുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, സ്വഹാബത്ത് അത് കാണുന്നു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. അവിടുന്ന് പറയുന്നു, അവിടുന്ന് പറയുന്നത് അറബി ഭാഷയുടെ ഫസാഹത്തും ബലാത്തുമൊക്കെ അറിയുന്ന സ്വഹാബത്ത്. ഒന്നും കൂടി പറഞ്ഞാൽ വഖ്താറലി അസ്ഹാബി, എനിക്ക് എൻ്റെ അസ്ഹാബിനെ അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളല്ലോ. അങ്ങനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട, അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകിയതെന്ന് പറയാവുന്ന ആ സ്വഹാബത്തുൽ കിറാം അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നു. പല വചനങ്ങൾക്കും അവർ തന്നെ പല രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുകയും അവിടുന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ആവശ്യത്തിന് അവർ സ്വഹാബത്ത് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയും നൽകുന്നു. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബയാനിൻ്റെ ഒരു കൈഫിയത്ത്. ഞാൻ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. മുതഅല്ലിങ്ങൾ കൈഫ കാന ബയാനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിയിലും മറ്റും പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ലളിതമായി വായിക്കുന്നത് പഠനത്തിനും ഹദീസ് പഠനത്തിനും മറ്റൊക്കെ ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം തന്നെ അൽ വഹ്ദത്തു ഫി തനവ്വുഅ്, നാനാത്വത്തിൽ ഏകത്വം എന്നൊരു പറയുന്നൊരു സ്വഭാവമാണ്. ഉസൂലുൽ മുഅ്തഖദാത്ത്, കൃത്യമായി ഒരാൾ മുസ്ലിമാവാൻ അനിവാര്യമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ രണ്ട് വ്യാഖ്യാനത്തിന് അവസരവും ചാൻസും നൽകാതെ കൃത്യമായും വ്യക്തമായും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ മുഖ്യധാര മുസ്ലിങ്ങളിലൂടെ, ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെ സബീലുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ വിശുദ്ധ ദീനീ പരമ്പരയിലൂടെ സബീലുൽ മുഅ്മിനീനിലൂടെ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉസൂലുൽ മുഅ്തഖദാത്ത് മൗലിക വിശ്വാസങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ രണ്ട് വ്യാഖ്യാനത്തിന് യാതൊരു അവസരവും ഇല്ല. ഒന്ന് ഈമാനാണെങ്കിൽ മറുഭാഗം കുഫ്ർ തന്നെയാണ്. അതേസമയം കർമ്മപരമായ കാര്യങ്ങളിലും മറ്റു പലതിലും ലന്നിയായ ബയാനുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. പല വ്യാഖ്യാനത്തിനും അവസരവും അനുവാദവും നൽകിക്കൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതിങ്ങനെ ചില ഉദാഹരണം പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹദീസാണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമാകുമായിരുന്നു, തർക്കമൊക്കെ കണ്ട് ഒഴിവായി കിട്ടുമായിരുന്നല്ലോ എന്ന്. ഇത് ചില സംഗതികളൊക്കെ വിശിഷ്ടകർമ്മപരമായി അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽ വഹ്ദത്തു ഫി തനവ്വുഅ്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മൗലികമായ വിശ്വാസങ്ങൾ കൃത്യമായി വ്യക്തമായും പഠിപ്പിച്ചിരിക്കെ ആ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഹദീസുകളുടെയും രീതി. അവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്ഇയായി ബയാൻ നടത്തിയതും ലന്നിയായി ബയാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഖുർആനിന്. ഈ ഒരു രീതി ഹദീസുകളുടെയും വ്യാഖ്യാനത്തിൽ വരും. രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരവസരവും ബാക്കി വെക്കാതെ എല്ലാം അളന്നു മുറിച്ച് പറയുക എന്നതല്ല ഹദീസുകളിൽ മിക്കവാറും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള രീതി. പറഞ്ഞല്ലോ, ഉസൂലുൽ മുഅ്തഖദാത്ത് മൗലിക വിശ്വാസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം വിശിഷ്യ കർമ്മപരമായ കാര്യങ്ങളിൽ അളന്നു മുറിച്ച് ഒരു രണ്ട് വ്യാഖ്യാനത്തിന് അവസരം തരാതെ പറയുന്ന രീതിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഹിക്മത്തും റഹ്മത്തിൻ്റെയും ഭാഗമായി പല രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ഇടങ്ങൾ ഹദീസിൽ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ്. അത്തരം വൈവിധ്യങ്ങൾ, അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യങ്ങളാണ്.
എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ അതിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ എന്തുകൊണ്ടിങ്ങനെ വൈവിധ്യം വരുന്നു എന്ന ചോദ്യത്തിന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇഅ്തിഖാദിൽ മറുപടി പറയുന്നത് ഫസാഹിബു ശർഇ ഹുവല്ലദീ സവ്വഗ ലഹും ഹാദാ നൗഅ മിനൽ ഇഖ്തിലാഫ് ഹൈസു അമറഹും ബിൽ ഇജ്തിഹാദ് മഅ ഇൽമിഹി ബിഅന്നഹു യുഅദ്ദി ഇല ഇഖ്തിലാഫ്. എന്താണ് ഇങ്ങനെ വൈവിധ്യ വ്യാഖ്യാനങ്ങൾ, വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ട് അവസരം വന്നു? അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അത് നിശ്ചയിച്ചത് അള്ളാഹുവാണ്. ഫസാഹിബു ശർഇ ഹുവല്ലദീ സവ്വഗ ലഹും ഹാദാ നൗഅ മിനൽ ഇഖ്തിലാഫ്. ഉത്തരവാദി എന്ന് പറയുമ്പോൾ മസ്ഊലിയത്തുണ്ട്, മറ്റൊരാളോട് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതല്ല. ആ പദം അവിടെ അത്ര അനുയോജ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരമാണ് ഈ വൈവിധ്യങ്ങൾ വന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഹദീസുകളിലും ഒരു ഇജ്മാലിൻ്റെ സ്വഭാവം നിലനിൽക്കും. പറഞ്ഞല്ലോ, പ്രാഥമികമായ അർത്ഥതലങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഇത്തിരി സൗകര്യമുണ്ട്. അതിലപ്പുറമുള്ള അർത്ഥതലങ്ങൾ ഹദീസുകളിൽ ഇജ്മാലുകൾ നിലവിലുണ്ട്. അവിടെയാണ് അയിമ്മത്തുകളുടെ വിശദീകരണം കൂടുതലായി ആവശ്യമായി വരുന്നത്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അൽ മീദാനുൽ കുബ്രയിൽ പറഞ്ഞത് കാണാം, ലൗ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഫസ്സല മാ ഉജ്മില ഫിൽ ഖുർആൻ ലബഖിയ അലാ ഇജ്മാലി കമാ അന്നൽ അഇമ്മത്തൽ മുജ്തഹിദീന ലൗ ലം യുഫസ്സിലു മാ ഉജ്മില ഫിസ് സുന്നഹ ലബഖിയത്തിസ് സുന്നത്തു അലാ ഇജ്മാലി. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ മീദാനുൽ കുബ്ര. ഇബ്നു ഹജർ അൽ ഹൈതമി ഫതാവുൽ ഹദീസിലും ചർച്ച ചെയ്യുന്നത് കാണാം, അൽ ഹദീസു മളല്ലത്തുൻ അല്ലെങ്കിൽ അൽ ഹദീസു മളില്ലത്തുൻ ഇല്ലാ ലിൽ ഫുഖഹാ. ഹദീസുകളുടെ സ്വഭാവം പറഞ്ഞല്ലോ, പ്രാഥമിക അർത്ഥതലങ്ങൾക്ക് അപ്പുറമുള്ള ആശയങ്ങളും വിവക്ഷകളും ഓരോ ഹദീസിനും ഒട്ടേറെയുണ്ട്. കാരണം തിരുവചനങ്ങൾ ജവാമിഉൽ കലിമുകളാണ്. ഇവിടെ അൽ ഹദീസു മളല്ലത്തുൻ ഇല്ലാ ലിൽ ഫുഖഹാ, കൃത്യമായ യോഗ്യതയുള്ള മുജ്തഹിദുകളും ആ ഒരു രീതിയിലുള്ള യോഗ്യതയുള്ളവരല്ലാത്തവർ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ അബദ്ധത്തിൽ പെട്ടുപോകാൻ വലിയ സാധ്യതയുണ്ട്. വമഅനാഹു അന്നൽ ഹദീസ കൽ ഖുർആനി ഫി അന്നഹു ഖദ് യകൂന അമൽ ലഫ്ളി ഖാസൽ മഅന വഅക്സഹു വമിൻഹു നാസിഖുൻ വമൻസൂഖുൻ വമിൻഹു മുഷ്കിലുൻ യഖ്തദി ളാഹിറുഹു അത്തശ്ബീഹ വലാ യഅരിഫു മഅന ഹാദിഹി ഇല്ലൽ ഫുഖഹാ ബിഖിലാഫി മൻ ലാ യഅരിഫു ഇല്ലാ മുജറദ ലഫ്ളിൽ ഹദീസ് ഫഇന്നഹു യദില്ലു ഫീഹി. വിശദമായി ഫതാവൽ ഹദീസിൽ തുടർ ചർച്ചകൾ കാണാം. ഫതാവൽ ഹദീസിയെ തന്നെ ചില അനുഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ചില അനുഭവ സംഭവങ്ങൾ. കാനൽ അഅ്മശു യസ്അലു അബാ ഹനീഫത അനിൽ മസായിലി ഫയുജീബുഹു ഫയഖൂലു മിൻ ഐന ലക ഹാദാ ഫയഖൂലു അൻത ഹദ്ദസ്തനാ അനിൻ നഖഈ ബികദാ ഫയഖൂലു അൽ അഅ്മശു യാ മഅശറൽ ഫുഖഹാ നഹ്നുൽ അത്യാർ വഅൻതുമുസ് സയ്യാദൂന ലഹാ. അഅ്മശ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചില വിഷയങ്ങളുടെ ഹുക്കുമുകളും ഇസ്ലാമിക തീരുമാനങ്ങളും അന്വേഷിക്കുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൃത്യമായി അതിൻ്റെ ഹുക്കുമ് വിധി പറഞ്ഞ് മറുപടി നൽകുമ്പോൾ മിൻ ഐന ലക ഹാദാ, ഇത് എവിടെ നിന്ന് മനസ്സിലാക്കി? അബൂ ഹനീഫ ഇമാം പറയുന്നു, അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന ഹദീസിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയാണ് ഹദീസിൻ്റെ ഇജ്തിഹാദിയായ അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും പറയാൻ അത് ഇജ്തിഹാദിൻ്റെ യോഗ്യത വേണം, മുജ്തഹിദുകൾ ആവണം. നീട്ടിപ്പരത്തി കൂടുതൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, ഹദീസുകൾ ജവാമിഉൽ കലിമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ സർവ വിഷയസ്പർശിയാണ്. ഏതെങ്കിലും ഒരു നിശ്ചിത വിഷയത്തിലല്ല. സത്യത്തിൽ മനുഷ്യർക്ക് ഇഹപര വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അത് അവിടുന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഹപര വിജയത്തിനൊരു മനുഷ്യന് ആവശ്യമുള്ളത് എന്തും അതെല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഹദീസുകൾ അക്കാര്യത്തിലുണ്ട്. ഞാനതിപ്പോൾ ഉദ്ധരിക്കുന്നില്ല. അങ്ങനെ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ജവാമിഉൽ കരീം സർവ വിഷയ സ്പർശിയാണ്.
സർവകാലികമാണ്. ചില മുത്തഅല്ലികൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മളിപ്പോൾ അങ്ങനെ ഹദീസ് നമ്മളങ്ങനെ ഇന്ന് കാര്യമായിട്ട് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെന്തിനാണ് ഹദീസ് പഠിക്കുന്നത്, നമ്മൾ മുഖല്ലിദുകളല്ലേ, നമ്മളെന്തിനാണ് ഹദീസ് പഠിക്കുന്നത്? ഇവിടെ ഒരു കാര്യം ഞാൻ ഉണർത്തുന്നത്, ഹദീസുകൾ എന്ന് പറയുന്നത് കേവലം ഫിഖ്ഹുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിഖ്ഹ്. അത് ശരിയാണ്, നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഭാഗവുമാണ്. അതേസമയം ഇസ്ലാം എന്ന് പറയുന്നത് ഈമാനും ഇസ്ലാമും ഇഹ്സാനും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ ദീന്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ സർവ വിഷയം സ്പർശിക്കുന്നതാണെന്ന് പറയുമ്പോൾ അത് കേവലം ഫിഖ്ഹിൽ മാത്രം ഉള്ളതല്ല. അതുകൊണ്ട് മുഖല്ലിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ നിന്ന് ഫിഖ്ഹി വിധികൾ ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്തെടുക്കാൻ നമ്മൾ യോഗ്യരല്ല എന്നത് സത്കൃത്യമാണ്, ശരിയാണ് എന്ന് കരുതി ഹദീസുകളുടെ പഠനത്തിൽ നമ്മളൊരിക്കലും പിന്നിലായി കൂടാ. ഹദീസുകൾ കഴിഞ്ഞ തലമുറയിലെ പ്രമുഖനായ അഹ്ലുസുന്നയുടെ പണ്ഡിതൻ യൂസുഫ് നബ്ഹാനി തന്നെ ഷവാഹിദുൽ ഹഖിൽ എഴുതി വെക്കുന്നത് കാണാം. ഞാൻ സമയം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടി അതങ്ങ് വായിച്ചു പോകാം. വഅലൈക ഇദാ കുൻത അഹ്ലൻ ബിഖിറാഅത്തിൽ അഹാദീസിൻ നബവിയ്യ, ഹദീസ് പഠിക്കാനുള്ള ഒരു രീതിയിലേക്കും അതിനുള്ളൊരു അവസരത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഹദീസ് പഠിച്ചു കൊള്ളണം. ലിതഅരിഫ അദില്ലത മദ്ഹബിക, മുഖല്ലിദ് എന്ന ഫിഖ്ഹി മദ്ഹബിലേക്ക് ചേർത്തി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഹദീസിൽ നിന്ന് പുതിയ വിധി കണ്ടെത്താൻ കഴിയില്ല എന്നേ ഉള്ളൂ. മദ്ഹബിൽ മുഖററായ മങ്കൂലായ ഹുക്കുമുകളുടെ അതുമായി മുനാസബത്തുള്ള ഇജ്മാലിയായ ഹദീസ് രേഖകൾ എന്ന നിലക്ക് ഹദീസുകളെ സമീപിക്കുന്നതോ നമ്മുടെ മദ്ഹബ് ഹദീസിനും സുന്നത്തിനൊക്കെ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മുബ്തദികളുടെ മുന്നിൽ ഇല്ല. നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച മദ്ഹബ് ഹദീസുകൾക്ക് വിരുദ്ധമല്ല, അത് ഹദീസുകൾക്ക് വിധേയമാണ് എന്ന് നമുക്ക് അവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനും നമ്മുടെ മദ്ഹബിൻ്റെ ദലീലുകൾ ഹദീസുകൾ എന്ന നിലക്ക് തന്നെ നമ്മൾ പഠിക്കുന്നത് ഇത് ആവശ്യമാണ്. അതിൻ്റെ പുറമെ وتعمل بأحاديث الترغيب والترهيب وتعرف عظمة دين الإسلام وعقائده وكمالات الله وأسماءه وصفاته وسيرة النبي صلى الله عليه وسلم وفضائله ومعجزاته وأحوال الدنيا والآخرة وأخبار الملائكة والجن والأمم السالفة ومناقب آل النبي صلى الله عليه وسلم وأصحابه وأشراط الساعة وسائر العلوم والآداب فقد جمعت أحاديثه صلى الله عليه وسلم علم الأولين والآخرين. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഖല്ലിദുകൾ ഹദീസ് പഠനത്തിൽ പിന്നിലായിക്കൂടാ. ഫിഖ്ഹിൽ തന്നെ മദ്ഹബുകളുടെ രേഖകൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നതിലപ്പുറം ഈ പറയുന്നതും അതിലപ്പുറമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്ര സ്വഭാവമുള്ളതാണ് ഹദീസ്. ഇദാ അലിംത ദാലിക തഅലമു ശിദ്ദത ജഹ്രി മൻ യഖൂൽ ഇദാ ലം നഖുദിൽ അഹ്കാമ ശർഇയ്യത മിനൽ അഹാദീസി ഫമാ ഫായിദതുഹാ. നമ്മൾ മുജ്തഹിദുകളല്ലല്ലോ, ഹദീസുകളിൽ നിന്ന് നമ്മൾ ഹുക്മ് വിധികൾ ഗവേഷണം ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കൂലല്ലോ, പിന്നെ നമ്മൾ ഹദീസ് പഠിക്കുന്നതിൻ്റെ കാര്യം എന്താ എന്ന ചോദ്യത്തിൻ്റെ അബദ്ധം ഇതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. കാരണം ഹദീസിൽ ഇത്തരം വിഷയങ്ങളൊക്കെ സർവ വിഷയസ്പർശിയായ സ്വഭാവമാണ് ഹദീസുകൾക്കുള്ളത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് അഹ്ലുസുന്നയുടെ കൃത്യമായ നിലപാട്, ഖാത്തിആയ രേഖകൾ, ഖണ്ഡിതമായ രേഖകൾ ഹദീസിൻ്റെ ലവാഹിറുകളിൽ നിന്ന് ഹദീസുകളെ തിരിച്ചുവിടാത്തിടത്തോളം കാലം അതവിടെ ആ അർത്ഥം അവിടെ വിവക്ഷയല്ല എന്ന് ഖണ്ഡിതമായ രേഖകളില്ലാതിരിക്കുന്നിടത്തോളം കാലം ഭാഷാപരമായും സാഹിത്യപരമായും ഹദീസുകളുടെ ഇഷാരിയും വിവിധ തലങ്ങളിലുള്ള ധാരാളം അർത്ഥതലങ്ങൾ ഹദീസുകൾക്കുണ്ട്. അതെല്ലാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും തന്നെയാണ്. അതേസമയം കർമ്മപരമായ വിധികൾ ഇജ്തിഹാദ് ചെയ്തെടുക്കുക എന്നുള്ള ആ അർത്ഥതലം കൈകാര്യം ചെയ്യേണ്ടത് മുജ്തഹിദുകൾ മാത്രം ആണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഹദീസിനർത്ഥം പറയുമ്പോൾ ധാരാളം വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അയിമത്തുകളുടെ വ്യാഖ്യാനങ്ങൾ നാം സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിൽ നിന്ന് നാം കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതേസമയം ഓരോ ഹദീസിനും അർത്ഥം പറയുമ്പോൾ കേവലം
ഏതോ ഒരു വ്യാഖ്യാനത്തിൻ്റെ പിന്നാലെ മാത്രം നമ്മൾ കൂടാതെ വിശദമായ ഹദീസ് വ്യാഖ്യാനങ്ങൾ അഹ്ലുസുന്നയുടെ അയിമ്മത്തുകളുടെ ഹദീസ് വ്യാഖ്യാനങ്ങൾ വായിക്കാനും പഠിക്കാനും നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷെയ്ഖുനായുടെ സഹീൽ ബുഖാരിയുടെ ദർസുകളിൽ പങ്കെടുത്തവരാണ് നമ്മളൊക്കെ. അവിടേക്ക് ഇങ്ങനെ ഓരോ ഹദീസിനെ കുറിച്ച് ഞാൻ തന്നെ ഓർക്കുകയാണ്. ഒരു ഹദീസിനെ കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച വന്നപ്പോൾ ഒരിക്കൽ അൻതും അഅ്ലമു ബി അംരി ദുനിയാക്കും എന്ന് സ്വഹാബത്തുൽ കിറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഗതി സഹീഹ് മുസ്ലിമിൻ്റെയും മറ്റും ഹദീസിലുണ്ടല്ലോ. ലളിതമായി ചിലരർത്ഥം പറയുമ്പോൾ അൻതും അഅ്ലമു ബി അംരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്ക് നന്നായി അറിയും, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക, അത് എനിക്കത്ര അറിയൂല എന്ന ഒരു ധ്വനി വെച്ചുകൊണ്ടാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. ഞാൻ ഓർക്കുന്നു ഷെയ്ഖുനാ ഹദീസ് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു അൻതും അഅ്ലമു ബി അംരി ദുനിയാക്കും ഐ മിൻകും ബി ഇൽമി ആഖിറത്തിക്കും, നിങ്ങളുടെ ആഖിറത്തിൻ്റെ കാര്യം അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലേറെ ദുനിയാവിൻ്റെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. വളരെ ഫിറ്റായ ഒരർത്ഥം. അത് കേട്ടപ്പോൾ നമ്മൾ പല വ്യാഖ്യാനങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഓതിക്കൊടുക്കുന്ന നമ്മൾ ഓതായിട്ടുള്ള ജമുൽ ജവാമിൻ്റെ ഹവാഷികളിൽ തന്നെ ആ രൂപത്തിൽ ഹദീസ് വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഓരോ ഹദീസിനും വിവിധ അർത്ഥതലങ്ങളുണ്ടാകും. ഒന്നുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ജവാമിഉൽ കലിമായ ഹദീസിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനും മനസ്സിലാക്കാനും അഹ്ലുസുന്നയുടെ അഇമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് നാം തയ്യാറാവേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ